നമസ്കാരം. ജയൻ ടോക്സിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വീണ്ടും വിവാദങ്ങൾ വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. രാഹുലിനെതിരെ ആദ്യത്തെ ആരോപണം വന്നപ്പോൾ, ആദ്യമായി ഒരു ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തു വന്നപ്പോൾ, അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് യുവജന വിഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധമുണ്ടായി. അന്ന് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി അങ്ങേയറ്റം ശരിയായിരുന്നുവെന്നും രാഹുൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഗുരുതരമായ വീഴ്ച വരുത്തി തെറ്റ് ചെയ്തു എന്നും പറഞ്ഞു. അന്ന് അതിനോട് പ്രതികരിച്ച ഫോണിലും കമൻറ്റ് ബോക്സിലുമായിട്ടൊക്കെ പ്രതികരിച്ച പലരും അതിനെതിരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് എന്നോട് പ്രതികരിച്ചിരുന്നു. പക്ഷേ പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം അന്ന് ഞാനെടുത്ത നിലപാടുകൾ, അല്ലെങ്കിൽ അന്ന് കോൺഗ്രസ് നേതൃത്വം നിലപാടുകൾ ശരിയായിരുന്നു തെളിയിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ആദ്യമായിട്ട് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിങ്ങിലൂടെ സൂക്ഷ്മമായിട്ട് കണ്ണോടിച്ചാൽ, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് അത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് രാഹുൽ തന്നെ തനിക്കെതിരായ കുറ്റപത്രം അതിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. കാരണം രാഹുൽ വളരെ കൃത്യമായിട്ട് ആ സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ താൻ എന്താണ് ഗുരുതരമായി വീഴ്ച നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ആദ്യമായിട്ട് നടത്തിയ പ്രസ്താവനയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഒരു വാചകം, അതായത് ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞതിനകത്ത് തന്നെ രാഹുലിനെതിരായ രണ്ടാമത്തെ ഗുരുതരമായ രാഹുൽ കുറ്റപത്രം വന്നിട്ടുണ്ട്. കാരണം നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടാനുള്ള എല്ലാം തനിക്കുണ്ട് എന്ന് അവകാശപ്പെടുകയാണ്. ഇതൊന്നും ഒരു പൊതുപ്രവർത്തനം ചേരുന്നതല്ല, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ അന്തസ്സിന് ചേർന്നതല്ല എന്ന നിലപാടായിരുന്നു അന്നും ഇന്നും ഞാൻ എടുത്തത്. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പദവി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പദവിയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാചാലതയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഗ്ലാമർ കൊണ്ടോ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ നേടിയ അംഗീകാരം അത് ദുരുപയോഗം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെ ഏത് നിയമ സംവിധാനത്തിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അത് തെറ്റാവുന്നില്ല, ആവാതിരിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് അന്ന് പറഞ്ഞത്. ഇന്നും അത് ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് അതിനെ വിമർശിച്ചവർ, അന്ന് രാഹുലിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് രാഹുലാണ് ശരി എന്ന് പറഞ്ഞ പലരും, അന്ന് പലരും പറഞ്ഞ ന്യായീകരണം രാഹുൽ ബലാത്സംഗം ചെയ്തിട്ടില്ല, രാഹുൽ എന്ത് കുറ്റമാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. രാഹുൽ ബലാത്സംഗം ചെയ്തെന്നാലും ആരോപിക്കുന്നില്ല. ഇതിനകത്ത് അതിജീവിതയെ ന്യായീകരിച്ചുകൊണ്ടുമല്ല പറയുന്നത്. ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ രാഹുൽ എന്ന പൊതുപ്രവർത്തകൻ്റെ ഒരു സമൂഹത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അത് കൂടുതൽ രാഹുലിൻ്റെ കൂടുതൽ ഓഡിയോ ക്ലിപ്പിങ്ങൾ, സ്ത്രീകളുമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പിങ്ങൾ പുറത്തു വരുന്നതോടുകൂടി അത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്നവർ കുറേ പേരുണ്ടാവും. അല്ലെങ്കിൽ നേരത്തെ അനുകൂലിച്ച പലർക്കും അത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. നിർഭാഗ്യകരമായ സംഗതി, ചില പുരോഹിതന്മാർ പോലും രാഹുലിനെ ഇപ്പോഴും അനുകൂലിക്കുന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവരുടെ മനോവ്യാപാരം, എന്താണ് ഈ പുരോഹിതന്മാരെ പോലും ഈ രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്നത്. അത് വളരെ സംശയാസ്പദമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് കാണാതെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റുകൾ മറ്റ് ഭരണപക്ഷത്തുള്ളവരും ചെയ്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ടല്ല ഇതിനെ കാണുന്നത്. ആ തെറ്റായി കാണണം. ഇത് ഒരു പാർട്ടിക്ക് അതീതമായിട്ട് ഒരു വ്യക്തി ചെയ്ത ഒരു തെറ്റായിട്ട്, ഒരു ക്രിമിനൽ കുറ്റമായിട്ട്, അല്ലെങ്കിൽ ഇതൊരു ഒരിക്കലും ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്ത കുറ്റമായിട്ട് കണ്ടുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നതിന് പകരം ഇതിനെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ നിങ്ങൾ കാണുന്നില്ല, കാലത്തിൻ്റെ മാറ്റം നിങ്ങൾ കാണുന്നില്ല, ഇതൊക്കെ ഈ തലമുറയുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വളരെ ട്രിവിയലൈസ് ചെയ്യുന്ന, വളരെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനം തീർച്ചയായിട്ടും നല്ലതല്ല. മാറ്റങ്ങളൊക്കെ കാണാതെയല്ല, പക്ഷേ മാറ്റങ്ങൾക്ക് അതിൻ്റെതായ നീതി വ്യവസ്ഥയുണ്ട്. ഇത് അതിനൊക്കെ മറികടക്കുന്ന തരത്തിലുള്ളൊരു കാര്യമാണ്. ഒരാളുടെ നിലപാടുകൾ, സമീപനം, സമൂഹത്തോടുള്ള ആളുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒരിക്കലും അതിന് കടന്നു പോയാൽ ജനം അംഗീകരിക്കില്ല. അത് ഏത് തലമുറയാണെങ്കിലും, ഏത് കാലമാണെങ്കിലും, ഏത് ജനറേഷൻ ആണെങ്കിലും അതിനൊന്നൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും ന്യായീകരിക്കുന്നവർ ഒരുപക്ഷെ അവരിപ്പോഴും ഒന്നുകിൽ അവരെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ന്യായീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് നടപടി സ്വീകരിച്ചതുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ആ ഒരു വിഷയം ബാധിക്കാതെ അന്തസ്സായ ഒരു വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കണമെന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.